ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. തികച്ചും ആവേശകരമായ ഒരു വിജയമാണ് ഇന്നലെ ടീം ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. സെമി ഫൈനൽ പോരാട്ടത്തിൽ 7 റൺസിന് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാൻ ഓഫ് ദി മാച്ച് നേടിയത് മറ്റാരുമല്ല, സഞ്ജു സാംസണാണ്. തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലാണ് സഞ്ജു മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഇപ്പോൾ സ്വന്തമാക്കുന്നത്. അതായത് 42 പന്തുകളിൽ നിന്ന് 89 റൺസാണ് സഞ്ജു എടുത്തത്. അർഹിച്ച ഒരു സെഞ്ചുറി അദ്ദേഹത്തിന് നഷ്ടമായി. വേണമെങ്കിൽ സഞ്ജുവിന് സെഞ്ചുറിക്ക് വേണ്ടി കളിക്കാമായിരുന്നു. പക്ഷെ ടീമിന് വേണ്ടിയാണ് സഞ്ജു കളിച്ചത് എന്നുള്ളത് അതിൽ നിന്നും വളരെ വ്യക്തമായിരുന്നു. അതായത് സെഞ്ചുറിക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ കാര്യത്തിൽ സഞ്ജു തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് സെഞ്ചുറി നേടാൻ ഇത് ഏകദിനമോ അതല്ലെങ്കിൽ ടെസ്റ്റോ അല്ല എന്നാണ് ഇപ്പോൾ സഞ്ജു പറഞ്ഞിട്ടുള്ളത്. തോന്നുമ്പോൾ ആക്രമിച്ച് കളിക്കാനും തോന്നുമ്പോൾ ഡൗൺ ആക്കാനും ഇത് ഏകദിനമോ ടെസ്റ്റോ അല്ല എന്നാണ് ഇപ്പോൾ സഞ്ജു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സെഞ്ചുറി നേടുക എന്നുള്ളതിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം തോന്നുമ്പോൾ ആക്രമിച്ച് കളിക്കാനും തോന്നുമ്പോൾ വേഗത കുറക്കാനും ഇത് ഏകദിനമോ ടെസ്റ്റോ അല്ല. എനിക്ക് ലഭിച്ചത് എന്താണോ അതിൽ ഞാൻ ഹാപ്പിയാണ്. അതിനേക്കാൾ ഉപരി വിന്നിംഗ് എഫേർട്ടിൽ ഞാൻ ഹാപ്പിയാണ്. ഇതാണ് സഞ്ജു സാംസൺ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്, താൻ ടീമിന് വേണ്ടിയാണ് കളിച്ചത് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സഞ്ജു ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ഒന്ന് വേഗത കുറച്ചുകൊണ്ട് സഞ്ജുവിന് സെഞ്ചുറി നേടാമായിരുന്നു. പക്ഷേ ഇത് T20 ഫോർമാറ്റ് ആണ്. T20 ഫോർമാറ്റിൽ ഇങ്ങനെ വേഗത കുറയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു നിലപാടാണ് സഞ്ജു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ കുന്തമുനയായിക്കൊണ്ട് മാറാൻ ഇപ്പോൾ സഞ്ജു സാംസണ് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.